ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നുമില്ലെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായും ഒരു നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 200 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റുകളിലേക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ഇതിന് പകരം മാഗി പോലുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ചുകൊണ്ട് ഈ റെസിപ്പി ഫോളോ ചെയ്താൽ പെർഫെക്റ്റായി കിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഫ്രൈഡ് ചിക്കൻ പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിതിവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നൂഡിൽസ് കൈവച്ചൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമല്ല. എന്താണെന്ന് വെച്ചാൽ നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ ഒരു നൂല് പോലെ നീളത്തിലായിരിക്കും കിട്ടുക. അതപ്പോൾ കുട്ടികൾക്ക് വൃത്തിക്ക് കഴിക്കാൻ പാടായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികം തന്നെ വെക്കുക. ഞാനിതിപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് നൂഡിൽസ് ചേർത്ത പാടിന് ഒരുപാട് ഇളക്കാൻ പാടില്ല. ഇതിപ്പോൾ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് നൂഡിൽസ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നീളത്തിന് വേണമെങ്കിൽ നീളത്തിന് അരിഞ്ഞെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ഒരു ചോപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഏറ്റവും ചെറുതായി അരിഞ്ഞിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കടിക്കാൻ കിട്ടുന്ന സമയത്ത് അവരത് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കൽ. അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കൂടുതലും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്താണ് ഇടൽ. അപ്പോഴത്തേക്കും നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വേവിക്കണ്ട, ഏകദേശം ഒരു 80% വെന്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതിനെ ഒരു അരിപ്പ് വെച്ച് ഊറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെന്തിനാ വെച്ചാൽ ഇതിൻ്റെ ചൂടിൽ കിടന്നത് ഒരുപാട് വേവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 2 ഫോർക്ക് സ്പൂണോ സാധാ സ്പൂണോ വെച്ച് ഇതിങ്ങനെ എണ്ണ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തണുക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് നൂഡിൽസിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുട്ട വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ ഒരു മുട്ട എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ മുട്ട ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചൈനീസ് കുക്ക് ചെയ്യുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം നൂഡിൽസ് വേവാൻ വെച്ചതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ക്യാപ്സിക്കം ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ട കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
അടുത്തതായി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. ഞാൻ സോസൊക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർക്കുന്നതിന് മുമ്പായി മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സോസ് വേണമെങ്കിൽ സോസ് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നൂഡിൽസ് മസാലയിലോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1 കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നൂഡിൽസ് കൂടുതൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 ഫോർക്ക് സ്പൂണോ ഒരു സാധാ സ്പൂണോ വെച്ച് ഇതുപോലെ 2 കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഈ നൂഡിൽസ് നമുക്ക് കുട്ടികൾക്കും ധൈര്യത്തോടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.